ഫലസ്തീൻ മണ്ണിൽ കടമാക്രമണം നടത്തി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആഗ്രഹിച്ചു പോകുന്നത് അവര് ഒരു ജൂതരാഷ്ട്രം പണിയലാണ്. പക്ഷേ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിമാർ ഇനിയും പിറവിയെടുക്കുന്നു. ഹമാസിന്റെ പ്രവർത്തകരിലൂടെ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് പറയുന്നു, നിങ്ങൾ ഈ തടങ്കലിലാക്കിയിരിക്കുന്ന ഇസ്രായേലികളെ തിരിച്ചു തരണമെന്ന്. ഹമാസിന്റെ പ്രവർത്തകർ പറയുന്നു, തിരിച്ചു തരാം. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ നരനായാട്ട് അവസാനിപ്പിക്കുക. ഇസ്രായേലിന്റെ ജൂതരാഷ്ട്രത്തിനോട്, അമേരിക്കയുടെ ഇരുളിന്റെ സമ്പരികളോട്, ജൂത പിശാചുക്കളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളൊന്ന് നിർത്തി നോക്ക്. ഒരു സൂര്യോദയത്തിൽ നിങ്ങളുടെ ഈ പണി അവസാനിപ്പിച്ച് അടുത്ത സൂര്യാസ്തമയം വരെ ഒന്ന് പ്രതീക്ഷിക്കുക. പിറ്റത്തെ സൂര്യോദയം നിങ്ങൾക്ക് ശാന്തമാകും. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പ്രകൃതി പോലും നിങ്ങൾക്കെതിരാകുന്ന ഒരു കാലമുണ്ട്. പ്രകൃതി പോലും എതിരാകും. ഹദീസുകളിൽ കാണാം, ദജ്ജാൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭീകരൻ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരൻ, അത്തഹിയാത്ത് ഓതിയിട്ട് അവസാനം മസീഹ് ദജ്ജാലിൽ നിന്ന് കാവൽ തേടിയിട്ടാണ് ഓരോരുത്തരും സലാം വീട്ടുന്നത്. ഈ ദജ്ജാലിനോടൊപ്പം ബാബുലുദ് എന്ന് പറയുന്ന ഇന്നത്തെ ഇസ്രായേലിന്റെ എയർപോർട്ടിൽ ദജ്ജാൽ ഓടിയെത്തുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ച് ഉപ്പ് വെള്ളത്തിൽ വീണുന്ന ഉപ്പ് കല്ല് പോലെ ഉരുകി ഒലിച്ച് അവസാനം ദജ്ജാൽ ശോഷിച്ച് ആ ദജ്ജാല് ബാബുലുദ് എന്ന് പറയുന്ന ഇസ്രായേൽ എയർപോർട്ടിലേക്ക് ഓടിയെത്തുമ്പോ ആ ഇസ്രായേലിന്റെ എയർപോർട്ടിന്റെ ഭാഗത്ത് വെച്ച് മഹാനായ ഈസാ നബി വകവരുത്തുന്ന ദജ്ജാല്, ആ ദജ്ജാലിനെ കൊന്നു കഴിയുമ്പോ ദജ്ജാലിന് പിന്തുണ കൊടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരിക്കുന്ന 70,000 ജൂതന്മാരാ. ആ ജൂതന്മാര് നിൽക്കക്കള്ളിയില്ലാതെ ഓടി ഒളിച്ച് മരച്ചില്ലകളിലും വൃക്ഷശിഖരങ്ങളിലും വൃക്ഷത്തിന്റെ മൂടുകളിലും പാറക്കെട്ടിന്റെ പിന്നിലും ഒളിക്കുമ്പോ കൂടെ നടക്കുന്ന ഹമാസിന്റെ പ്രവർത്തകരെ പാറക്കൂട്ടങ്ങളും വൃക്ഷത്തിന്റെ ശിഖരങ്ങളും വിളിച്ചിട്ട്, യാ അബ്ദുല്ലാ യാ മുസ്ലിം തആൽ വറാഇ യഹൂദിയുൻ ഫഖ്തുൽഹു, കൊന്നുകളയടാ വന്നിട്ടെന്ന് പറയുന്ന പാറക്കൂട്ടങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അന്ന് നെതന്യാഹു ഉണ്ടാവൂല, അന്ന് ബ്രിട്ടന്റെ നേതാക്കന്മാരുണ്ടാവൂല, അന്ന് ജോ ബൈഡൻ ഉണ്ടാവൂല, അന്ന് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാവൂല, അന്ന് വർഗീയ ഫാസിസ്റ്റ് ദുശക്തികൾ ഉണ്ടാവുകയില്ല, അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരുത്തനും ഉണ്ടാവൂല. അന്നുണ്ടാകുന്നവർക്ക് ആ ശബ്ദം കേൾക്കാം. അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടുകൂടി ഇസ്രായേൽ നടത്തുന്ന കിരാത വാഴ്ചക്കെതിരെ പോരാടിയിട്ട് ഇങ്ങനെ ഒരു സംഗമത്തിൽ പങ്കാളികളായ കറ്റാനത്തുകാരെ നിങ്ങളും കാണൂല, ഞാനും കാണൂല. നാളത്തെ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കണം. ഒറ്റക്കിരുന്ന് ദുആ ചെയ്താലും മാത്രം പോരാ, പിറന്നു വീഴുന്ന മക്കൾക്ക് ഇത് പകർന്നു കൊടുക്കണം. മക്കളെ, ജൂതന്മാരെ കൊന്നൊടുക്കിയ ഫലസ്തീൻ മക്കളുടെ ചോരയുടെ ശാപമാണിത് എന്ന് പറഞ്ഞു കൊടുത്താൽ, പള്ളിക്കകത്തിരുന്ന് 4 മതിൽക്കെട്ടിനകത്ത് ദുആ ചെയ്താൽ മാത്രം പോരാ, പുറത്തിറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ കൂടി മനസ്സ് കാണിക്കണം. ഇരുന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ പ്രവർത്തിച്ച് തേയുന്നതല്ലേ നല്ലത്. ആ ഒരു ആപ്തവാക്യം ഞാൻ ഉണർത്തിക്കൊണ്ട് 90% വരുന്ന ജൂതന്മാരെ ക്രൂരമായിട്ട് കൊന്നൊടുക്കിയ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയായ ഹിറ്റ്ലറെ അവസാനം ജനങ്ങളെ തള്ളിപ്പറഞ്ഞു. ഹിറ്റ്ലർ അവസാനം ഒരു വാക്ക് പറഞ്ഞു നിർത്തി. 90% വരുന്ന ജൂതന്മാരെ കൊന്നപ്പോൾ എന്നെ തീവ്രവാദിയാക്കി. നമ്മൾ വെള്ളപൂശുന്നില്ല ഹിറ്റ്ലറെ, തീവ്രവാദി എന്നും തീവ്രവാദി തന്നെയാണ്. കള്ളു കുടിച്ചു ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചാൽ അത് ഹലാലാണെന്ന് പറയാൻ നമ്മളില്ല. അതുപോലെ കൊല്ലുന്നത് കാലവും കൊലപാതകം ലോകത്ത് നാശം തന്നെയാണ്, ആരും ആരെയും കൊല്ലണ്ട. അതുകൊണ്ട് തന്നെ 90% വരുന്ന ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ പറഞ്ഞു, 10% വരുന്ന ജൂതന്മാരെ ഞാൻ ബാക്കി വെക്കുകയാ. എന്തിനെന്നറിയോ? നാളെ കറ്റാനത്തുകാർ പറയും, ഹിറ്റ്ലറെ നീ ചെയ്തത് അക്രമമായി പോയി. 90% വരുന്ന ജൂതന്മാരെ കൊന്നതല്ല, 10% വരുന്ന ജൂതന്മാരെ ബാക്കി വെച്ചത്. ആ ഒരു നാള് അനധിവിദൂര ഭാവിയിൽ ഇനിയും ലോകം ജനത സമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നാം അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാഷിംഗ്ടണിൽ ഒരു പടുകൂറ്റൻ റാലി നടന്നു. ആ റാലി ക്രൈസ്തവ പുരോഹിതന്മാർ നടത്തിയ റാലിയാണ്. ക്രൈസ്തവ പുരോഹിതന്മാർ നടത്തിയ റാലി ഫലസ്തീനിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ കിരാതമായ വംശഹത്യക്കെതിരായിരുന്നു. വെസ്റ്റ് ബാങ്കിൽ ജൂത പുരോഹിതന്മാർ സമരം ചെയ്തു. ആ സമരം
ന്യായമായും ഫലസ്തീൻ മക്കൾക്ക് അനുകൂലമാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന അവർ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ജൂതരാഷ്ട്രത്തിന് ശക്തമായ താക്കീത് കൊടുത്തുകൊണ്ടാണ് വെസ്റ്റ് ബാങ്കിൽ ജൂത പുരോഹിതന്മാർ നടത്തിയ പ്രതിഷേധത്തിന്റെ രോഷാഗ്നി. ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി പല സ്ഥലങ്ങളിലും നടക്കുന്നതിനോടൊപ്പം തന്നെ കറ്റാനം മഹല്ല് സംരക്ഷണ സമിതിയും കൂടി ഏറ്റെടുത്തുകൊണ്ടൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഡൽഹി ജന്തർ മന്ദറിൽ നാം കണ്ടതാണ്. പോലീസ് കേസെടുത്തുകൊണ്ട് സമരം ചെയ്ത ചില ആളുകളെ ബലപ്രയോഗം നടത്തി അവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഡൽഹി ജന്തർ മന്ദറിൽ. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഫലസ്തീൻ മക്കളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില മതപണ്ഡിതന്മാർ അവരുടെ ഫോട്ടോ വാട്സപ്പിൽ വെച്ചു എന്നതിന്റെ പേരിൽ യോഗി ആദിത്യനാഥ് കേസെടുത്തിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ 2 ആക്ടിവിസ്റ്റുകൾ അനുമതിയില്ലാതെ സമരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ കേസെടുത്തു. യഥാർത്ഥത്തിൽ അനുമതി തേടി പോകുമ്പോൾ അകാരണമായിട്ട് അനുമതി ചോദിച്ചു പോയവരെയൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തതാണ് മഹാരാഷ്ട്ര. കർണാടകയിൽ ബാംഗ്ലൂരിൽ ജനങ്ങൾക്ക് ശല്യമായെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തവർക്കെതിരെ കേസെടുത്തു. ഈ സാക്ഷര കേരളത്തിൽ ഈരാറ്റുപേട്ടയിൽ 20ഓളം വരുന്ന മഹൽ ഇമാമിയങ്ങൾക്കും മഹലിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾക്കുമെതിരെ കേസെടുത്തു. ഇതെല്ലാം നടന്നത് കേരളത്തിലും ഡൽഹിയിലും യുപിയിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമാണ്. ഇത് ഇന്ത്യ രാജ്യത്ത് നടന്ന കാര്യമാണ്. ഈ സമയത്താണ് ഇന്ത്യ രാജ്യത്തെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെ സൃഷ്ടിയാകുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ അയാൾ നേരെ ഇസ്രയേൽ എംബസിയിലേക്ക് ചെന്നിട്ട് പറയുന്നത്, എനിക്ക് ഇസ്രയേലിന്റെ പട്ടാളത്തിൽ ചേരാൻ നിങ്ങൾ പെർമിഷൻ നൽകണമെന്ന്. എന്തിനാണ്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു പ്രതിനിധി ഇസ്രയേൽ എംബസിയിൽ ചെന്നിട്ട് എനിക്ക് ഫലസ്തീനികൾക്കെതിരെ സമരം ചെയ്യാനുള്ള ഒരു അനുമതി തരണമെന്ന് ഇസ്രയേൽ എംബസിയിൽ ചെന്ന് ആവശ്യപ്പെടുന്നത് പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ കൊന്നെടുക്കുന്നതിനുള്ള അയാളുടെ മനസ്സിന്റെ മോഹമായിരുന്നില്ലേ? ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിന്റെ ചുമരെഴുത്തുകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പല ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയുടെ ഒരു ഹൃദയഭാഗത്ത് ഈ വിനീതൻ ഐക്യദാർഢ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എന്നെ ക്ഷണിക്കുന്നതിന് മുമ്പ് അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ട് അവിടെ അധ്യക്ഷനായ സഹോദരൻ പറഞ്ഞത്, ഇവിടെ ആളുകൾ പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടേണ്ട കാര്യമുണ്ടോ? ഐക്യദാർഢ്യം എന്തിനാണ് ഇവിടെ നമ്മൾ നടത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചില ഒറ്റപ്പെട്ട വാക്കുകൾ വാചകങ്ങൾ പലരിൽ നിന്ന് പുറത്തു വന്നു എന്നറിയാൻ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാൻ, പലരും പറയുന്നത് അമരയ്ക്ക കൊടുത്തിട്ടല്ലേ വെണ്ടയ്ക്ക കിട്ടിയത്, കത്തിരിക്ക കൊടുത്തിട്ടല്ലേ വഴുതനങ്ങ കിട്ടിയത്. ഇതൊക്കെ നമ്മളിൽപ്പെട്ട ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ശ്രീമാൻ ശശി തരൂരിനെ പോലുള്ള, ശ്രീമാൻ MA ബേബിയെ പോലുള്ള, ശ്രീമതി ശൈലജ ടീച്ചറെ പോലെയുള്ള, ശ്രീമാൻ സുരേഷ് ഗോപിയെ പോലുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാരും രാഷ്ട്രീയ മേലാളന്മാരും ഒരുപക്ഷെ സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായി നിലകൊള്ളുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, ഫാസിസത്തിനെതിരെ ശക്തമായി നിലകൊള്ളുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടതിന്റെയും വലതിന്റെയും ഒക്കെ പ്രതിനിധികൾ പല സ്ഥലങ്ങളിലും ഇസ്രയേൽ എന്ന് പറയുന്ന കിരാതന്മാർക്കെതിരെ ശക്തമായി പോരാടുന്ന ഫലസ്തീൻ മക്കളെ ഭീകരവാദികളായി പരിചയപ്പെടുത്തിക്കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ മുത്തശ്ശിപത്രങ്ങളാകുന്ന മാതൃഭൂമിയും മനോരമയും ഫലസ്തീനിലെ പാവപ്പെട്ട മതമക്കളെ ഭീകരവാദികളായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചാനലുകളിൽ വന്നിരുന്ന് വിഷം വിസർജിച്ചു കൊണ്ടിരിക്കുന്ന പലരും ഈ ഫലസ്തീൻ മക്കളെ ഭീകരവാദികളായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട ചൂനാടെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാ, എങ്ങനെയാണ് അവർ ഭീകരവാദികളാവുക? എങ്ങനെയാണ് അവർ ഭീകരന്മാരാവുക?
രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്വതന്ത്ര സമര സേനാനികൾ ഭീകരവാദികളായിരുന്നു. നമ്മൾ ഏതൊരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടെയാണോ നമ്മൾ ശക്തമായ നിലയിൽ നിന്ന് പോരാടിയിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു നമ്മൾ ശ്വസിക്കുന്നത്, അതേ ബ്രിട്ടൻ പ്രതിനിധാനം ചെയ്യുന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളുകളോടല്ലേ ഇന്നും ഫലസ്തീന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ പോരാടുന്നത്? പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകോ? ആ പോരാട്ടത്തെ എങ്ങനെയാണ് ഭീകരവാദമായി നമുക്ക് കാണാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വര സമൂഹത്തിന്റെ ഈ മഴവിൽ മനോഹാരിതയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പോരാടിയ വീരമൃത്യു വരിച്ച സ്വതന്ത്ര സമര സേനാനികൾ, ഞാൻ ചോദിക്കുകയാണ്, ഭീകരന്മാരായിരുന്നോ? ഒരിക്കലും ഒരു ഭീകരന്മാരല്ല. പിന്നെങ്ങനെയാണ് ഫലസ്തീന്റെ മക്കൾ മാത്രം ഭീകരന്മാരാവുക? ന്യായമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ഇവിടെ ഭീകരവാദത്തിന്റെ പേരിൽ അവർ ഭീകരന്മാരാണ് എന്ന് പറയുന്നവർ പറയാതെ പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരാൾ അടിക്കാൻ വന്നാൽ ഈ സ്റ്റേജിൽ ചൂനാട് കറ്റാനം മഹല്ല് സംവിധാനം സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ നേരെ കടന്നാക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കലാപകാരി വേദിയിലേക്ക് കടന്നു വന്നാൽ അവനെ ഞാൻ എന്റെ കൈ കൊണ്ട് പ്രതിരോധിച്ചാൽ ആ പ്രതിരോധം എങ്ങനെയാണ് ഭീകരവാദമാവുക? അവർ ഭീകരവാദം എന്ന് പറയുന്നത് എന്നെ മർദ്ദിക്കാൻ വരുന്നവന് ഞാൻ കൈയും കെട്ടി കണ്ണും പൂട്ടി മിണ്ടാരം നിന്നുകൊടുത്തവന്റെ അടിവാങ്ങലാണ് നമ്മുടെ മിതവാദമെന്നും ഞാനൊന്ന് പ്രതികരിച്ചാൽ അത് ഭീകരവാദമാണോ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെയും വിവിധ രാജ്യങ്ങളുടെയും പ്രതിനിധികളുടെയും നേതാക്കന്മാരുടെയും സംഭാഷണങ്ങൾ എത്തുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ഹമാസ് എന്ന് പറയുന്ന ഫലസ്തീന്റെ പോരാട്ട ഭൂമിയിൽ ഫലസ്തീന് വേണ്ടിയിട്ട്, ഖുദ്സിന് വേണ്ടിയിട്ട്, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി പോരാടുന്ന ധീരന്മാരായ ഫലസ്തീൻ പോരാളികളാകുന്ന ഹമാസിന്റെ പ്രവർത്തകർ ഭീകരന്മാരാണോ എന്ന് നമ്മൾ ഇവിടെ കറ്റാനത്തിരുന്നു കൊണ്ടല്ല പറയേണ്ടത്, ചൂനാടിരുന്നു കൊണ്ടല്ല പറയേണ്ടത്. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ. ദിവസങ്ങളോളം ഈ ഹമാസിന്റെ പ്രവർത്തകരുടെ പിടുത്തത്തിൽ അകപ്പെടുകയും അവസാനം അവർ റിലീസ് ചെയ്യുകയും ചെയ്ത 85 വയസ്സും 90 വയസ്സുമുള്ള 2 വനിതകൾ, ഇസ്രയേലി വനിതകൾ. ആ വനിതകൾ അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തായിരുന്നു പത്രസമ്മേളനം നടത്തിയത്? 85 വയസ്സുള്ള വറ്റിവരണ്ട വയലേലകൾ പോലെ ശരീരത്തിന്റെ തൊലി ചുക്കിച്ചുളിഞ്ഞു പോയ ഇസ്രയേലി വനിതകളായ 2 വനിതകൾ, 85 വയസ്സും 90 വയസ്സുമുള്ള 2 വനിതകൾ പറയുകയാണ്, ദിവസങ്ങളോളം ആഴ്ചകളോളം ഞങ്ങൾ ഹമാസിന്റെ പിടിയിലായിരുന്നു. ഞങ്ങൾ ന്യായമായും ചിന്തിച്ചു, ഞങ്ങളെ തലയെറുത്ത് കൊല്ലുമെന്ന് ഞങ്ങൾ കരുതി. കാരണം ഞങ്ങളുടെ കൂട്ടരാകുന്ന ജൂതന്മാര് ചെയ്തു കൂട്ടുന്നത് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഹമാസിന്റെ പ്രവർത്തകർ പിടിച്ചുകൊണ്ടുപോയി ഞങ്ങളെ കൊന്നുകളയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഹമാസിന്റെ പ്രവർത്തകർ ഞങ്ങളെ പിടികൂടുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, ഞങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, ഞങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി അംഗീകരിക്കുന്നവരാണ്, ഞങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ പോലും തൊടില്ല, അത് ഞങ്ങൾ ഉറപ്പു തരുന്നു എന്ന് പറഞ്ഞ് ആ 2 വനിതകളെ അവരെ തടങ്കൽ പാർപ്പിക്കുകയാണ്. അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. ഈ ഹമാസിന്റെ പ്രവർത്തകർ കഴിക്കുന്ന പഴവർഗ്ഗങ്ങളും പാൽക്കട്ടിയും തിന്നാൻ കൊടുത്തു. അവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ട്, അവർ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് കുളിക്കാൻ ഷാമ്പു തന്നു, ഞങ്ങൾ കൊടുക്കാൻ ഡ്രസ്സ് തന്നു, ഞങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് തികയാതെ വന്നപ്പോൾ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തിയിട്ട് 2 ദിവസം കൂടുമ്പോൾ ഡോക്ടർമാരെ ഞങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥകൾ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ഏർപ്പാട് ചെയ്തു. സ്ത്രീകളാകുന്ന പ്രവർത്തകരെ ഞങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്ട് നൽകി. എല്ലാ നിലയിലും ഹമാസിന്റെ പ്രവർത്തകർ മനുഷ്യത്വപരമായ ഇടപെടലുകൾ നടത്തി എന്ന് പറയുമ്പോൾ 85 വയസ്സും 90 വയസ്സുമുള്ള 2 ഇസ്രയേലി വനിതകൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതൊന്നും കാണാൻ മലം പൊതിയാൻ പോലും അർഹതയില്ലാത്ത ഇവിടുത്തെ മാതൃഭൂമിയും മനോരമയും
അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ലോകത്തെ മുഴുവൻ ചാനലുകളും അത് മറച്ചുവെച്ചു, എല്ലാ പത്രങ്ങളും അത് മൂടിവെച്ചു. എന്തുകൊണ്ട് അത് പുറം ലോകം എത്തിച്ചില്ല? സോഷ്യൽ മീഡിയയിൽ വന്ന, നവമാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകളല്ലാതെ എന്തുകൊണ്ട് പത്രങ്ങളിൽ വെണ്ടയ്ക്ക് നിരത്താതെ പോയത് എന്തിന്റെ പേരിലാണ്? അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ വനിതകൾ പത്രസമ്മേളനം നടത്തി പറയാൻ അവർക്ക് ഇത്രയും ആവേശം തോന്നിയതിന്റെ കാരണം എന്തെന്നറിയോ? ആ വനിതകൾ ഹമാസിന്റെ പ്രവർത്തകരുടെ കൈക്കുള്ളിൽ, അവരുടെ തടങ്കലിൽ, അവരുടെ കാരാഗ്രഹത്തിൽ അവർ ഒളിക്കപ്പെടുകയും ചെയ്യപ്പോൾ എന്തുകൊണ്ടാണ് ഹമാസിന്റെ പ്രവർത്തകർ മാന്യത കാണിച്ചത് എന്ന് അവർക്ക് ഇത്രയും അത്ഭുതപ്പെടുത്താനുള്ള കാരണം മറ്റൊന്നാണ്. 50,000-ഓളം വരുന്ന ഗർഭിണികളായ സഹോദരിമാര് ഗസയിലെ ആശുപത്രികളിൽ, അൽ ഷിഫ ഹോസ്പിറ്റലിലും അൽ അഹ്ലി ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിലും 50,000-ഓളം വരുന്ന, 1,00,000-ഓളം വരുന്ന പൂർണ്ണ ഗർഭിണികളായ സഹോദരിമാർ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, നന്നായിട്ട് അവർക്ക് പ്രസവിക്കാൻ കഴിയാതെ അവിടുത്തെ കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരിക്കുമ്പോ, അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അവിടുത്തെ ചെറുപ്പക്കാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇസ്രയേലിന്റെ കിരാതന്മാരായ ഈ പട്ടാളക്കാരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പ്രിയപ്പെട്ട സഹോദരിമാരെയും പൊന്നുമക്കളെയും മാതാക്കളെയും യുവാക്കളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹമാസിന്റെ പ്രവർത്തകരുടെ മനുഷ്യത്വപരമായ സമീപനം കിട്ടിയത്. ഇത് ഇസ്രയേലി വനിതകൾ പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് അവർ ഭീകരവാദികളാവുക? എങ്ങനെയാണ് ഭീകരവാദികളാവുക? ന്യായമായിട്ട് നമുക്കറിയാം, ഒരു നാട്ടിൽ നമുക്ക് കൂടുതൽ സഹനവും കൂടുതൽ ശാന്തിയും കൂടുതൽ സമാധാനവും കൂടുതൽ കൃതാർത്ഥതയും കൂടുതൽ കാരുണ്യവും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞുമക്കളോടാണ്. ആ മക്കളോട് പോലും കരുണ കാണിക്കാൻ ഇസ്രയേലിന്റെ ഭീകരന്മാരായ കിരാതന്മാരായ പട്ടാളക്കാർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഇന്ന് 9,000-ൽ ചില്ലുവാനം ആളുകൾ ഇതുവരെ 1 മാസത്തിന്റെ ഉള്ളിൽ കൊന്നെടുക്കപ്പെട്ടപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 10,000-ഓളം മനുഷ്യർ മരണപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ 4,000-ഓളം വരുന്ന കുഞ്ഞുമക്കളാണ്. 4,000-ഓളം വരുന്ന കുഞ്ഞുമക്കളാണ്. ഫറോവൻ സാമ്രാജ്യത്തിന്റെ, ഫറോവൻ സംവിധാനത്തിന്റെ, അല്ലെങ്കിൽ ഫറോവൻ സിദ്ധാന്തത്തിന്റെ ഒരു പുനരാവിഷ്കാരം എന്ന നിലയിൽ, ഇനി ഒരു തലമുറ വളർന്നു വരാൻ പാടില്ല എന്ന നിലയിൽ മക്കളെ മുഴുവനും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ ഭീകരന്മാരുടെ ഈ പ്രവർത്തനങ്ങളുടെ മുമ്പിൽ അരുത് എന്ന് ചങ്കൂട്ടത്തോടെ പറയുന്ന ഹമാസിന്റെ പ്രവർത്തകർ, ഫലസ്തീൻ മക്കൾ എങ്ങനെയാണ് ഭീകരന്മാരാവുക? എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു കാര്യം മാത്രമാണ്. ഞാൻ പല വേദികളിലും ചോദിച്ച ചോദ്യം ഞാൻ ഇവിടെയും എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്. വാപ്പാക്കും ഉമ്മാക്കും സുഖമില്ലാതെ വരുമ്പോൾ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്ന വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന കലാപകാരികളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ആ പ്രതികരണം ഭീകരവാദമാണ് എങ്കിൽ നമ്മളൊക്കെ ഭീകരന്മാരാവൂലേ? കാരണം തിരിച്ചടിക്കാത്ത, അല്ലെങ്കിൽ തടയാത്ത ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, സഹോദരങ്ങൾ, അവരവരുടെ വീട്ടിൽ ഏതെങ്കിലും നിലയിൽ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവര് ന്യായമായിട്ടും ഒരു രക്ഷകർത്താവെന്നുള്ള നിലയിൽ അവർ പ്രതികരിക്കുകയുണ്ടല്ലോ. ആ പ്രതികാരം എങ്ങനെയാണ് ഭീകരവാദമാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിക്കുമ്പോ കൊണ്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളത് മിതവാദവും, അത് കൊള്ളാതെ തിരിച്ചടിക്കുകയോ അല്ലെങ്കിൽ അടി തടുക്കുകയോ ചെയ്യുന്നത് ഭീകരവാദമാണെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതെപ്പോഴാണ് ലോകരാജ്യങ്ങൾ ഹമാസിനെതിരെ തിരിഞ്ഞതെന്നറിയോ? ശശി തരൂരൊക്കെ കണ്ട ഹമാസ് എന്ന് പറയുന്നത് ഈ ഒക്ടോബർ മാസം 7-ാം തീയതിക്ക് ശേഷമാണ്. ശശി തരൂർ അല്ല, അറിയാളാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. ഞാൻ പൊളിറ്റിക്കൽ ഇടപെടുന്നയാളല്ല, ഞാൻ രാഷ്ട്രീയം പറയുന്നയാളല്ല, ഞാൻ മനുഷ്യത്വപരമായ ചില സൂചനകൾ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശശി തരൂരിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. ഫാസിസത്തിനെതിരെ ശക്തമായി നിലകൊള്ളുമെന്നും ഇവിടത്തെ രാജ്യത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു നല്ല മനോഹരമായ ചില സൂചനകൾ നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ ആ ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, പ്രദീപ് എന്ന ഗ്രാൻഡ് മാസ്റ്ററുടെ മുമ്പിൽ, ഗ്രാൻഡ് മാസ്റ്റർ ആകുന്ന പ്രദീപിന്റെ മുമ്പിൽ നന്നായിട്ട് പിടിച്ചു നിൽക്കാൻ മാത്രം കഴിവുള്ള നല്ല നോളജ് ഉള്ള വ്യക്തിയാണ് ശശി തരൂർ.
ആ തരൂരിന് ഒക്ടോബർ മാസം 7-ാം തീയതിക്ക് ശേഷമുള്ള കലാപങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒക്ടോബർ 7-ന് ശേഷം മാത്രമുള്ള ചില തിരിച്ചടികൾ മാത്രം വലിയ ഭീകരവാദമായി കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതിനു മുമ്പ് നടന്നതൊന്നും കലാപമായിരുന്നില്ലേ? അതിനു മുമ്പ് നടന്നതൊന്നും വംശഹത്യയായിരുന്നില്ലേ? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി പറയുന്നു, ശൂന്യതയിൽ നിന്നുണ്ടായതല്ല തിരിച്ചടി എന്ന്. എങ്ങനെയാണത് പറഞ്ഞത്? ആ സമയത്ത് രസകരമായ ഒരു കാര്യം പറയട്ടെ. ഇത് പറഞ്ഞ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ഇസ്രയേൽ പ്രതികരിച്ചത്. ആ സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റിക്കളയണമെന്നാ പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, 6600ഓളം വരുന്ന ഫലസ്തീനികൾ ഇന്നും ഇസ്രയേലിന്റെ തടങ്കൽ പാളയത്തിലാണ്. ആളുകൾ പറയുന്നത് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇസ്രയേലികളെ വിട്ടാത്തിയിരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ്. എന്നാൽ ഹമാസ് പിടിച്ചുകൊണ്ടുപോയതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇസ്രയേൽ പിടിച്ചുകൊണ്ടുപോയ ഫലസ്തീനികൾ. അറിയോ? 6600-ലധികം വരുന്ന കുഞ്ഞുങ്ങളടക്കമുള്ള ഫലസ്തീൻ മക്കളെ ഇന്നും ഇസ്രയേൽ തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് മനുഷ്യത്വപരമായ ഒരു നീതി വേണ്ടേ? അവർക്ക് മനുഷ്യത്വപരമായ ഒരു നീതി വേണ്ടേ? അവർക്കും മനുഷ്യത്വപരമായ സമീപനങ്ങൾ അവരും ആഗ്രഹിക്കുന്നില്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചടിക്കാനും അരുതെന്ന് പറയാനും കാണിക്കുന്ന ഹമാസിന്റെ ആ ഒരു ഗാംഭീര്യവും ആ ഒരു തന്റേടവും എങ്ങനെയാണ് ഭീകരവാദമായി നമ്മൾ മനസ്സിലാക്കുക? എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? അതൊരിക്കലും ന്യായമായ കാര്യമല്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അമേരിക്കയാണ്. നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ശതകോടീശ്വരൻ. ചരിത്രത്തിലെ അമേരിക്ക 2 തവണ ഇംപീച്ച്മെന്റ് ചെയ്ത ഒരേ ഒരു ഭരണാധികാരി അല്ല, ഒരേ ഒരു അമേരിക്കൻ പൗരൻ, അത് ഡൊണാൾഡ് ട്രംപാ. ശതകോടീശ്വരനാണ് അയാൾ. ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോ 3 ചാർട്ടേഡ് വിമാനമാ വന്നത്. ഒന്നില് ഡൊണാൾഡ് ട്രംപ് വന്നു, രണ്ടാമത്തതില് മൂപ്പർക്ക് ആവശ്യമായ കിച്ചൺ സംവിധാനം വന്നു, രണ്ടാമത് വന്ന ഫ്ലൈറ്റിൽ ടോയ്ലറ്റും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും വന്നു, വാഷിംഗ് മെഷീൻ അടക്കം വന്നു. ഇതെല്ലാം ലോകത്തെവിടെ പറന്നുയർന്നാലും അവിടെയൊക്കെ തനിക്ക് കുടിക്കാനും ഉടുക്കാനും മലമൂത്ര വിസർജനം ചെയ്യാനുമുള്ള സംവിധാനങ്ങളുമായി ആകാശപാതകളിലൂടെ പറന്നു നടക്കുന്ന ശതകോടീശ്വരനായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ന്യായമായും ലോകം മുഴുവനും ഒരു പ്രതീക്ഷ വെച്ചു. ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ കടന്നു വരുമ്പോ മനുഷ്യത്വപരമായ ചില സമീപനങ്ങൾ ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷേ ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെന്യാമിൻ നെതന്യാഹുവിന്റെ മുമ്പിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ചെന്നിട്ട് പറയുന്നു, ഞാനൊരു സയനിസ്റ്റ് ആണത്രേ, ഞാനും ഒരു സയനിസ്റ്റാണ്. വിമാനവാഹിനി കപ്പലുകൾ കൊടുത്തുവിട്ടു. നിങ്ങൾ അറിയണം, അമേരിക്ക എങ്ങനെയാണ് ഇസ്രയേലിനോടൊപ്പം നിൽക്കുക. എന്റെ കറ്റാനത്തും ചൂനാടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന ക്രൈസ്തവ സഭ, അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്ത്യാനികൾ, ഇസ്രയേൽ പ്രതിനിധാനം ചെയ്യുന്ന ജൂതന്മാരുടെ പേര് കേൾക്കുമ്പോ ശാപവാക്കാ പറയുക. ഇസ്രയേൽ പ്രതിനിധാനം ചെയ്യുന്ന ജൂതന്മാര് അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്ത്യാനികളെ കേൾക്കുമ്പോൾ അവരും ശാപവാക്കാ പറയുന്നത്. ഇത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. കാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറാ അലാ ശൈ. ജൂതന്മാര് പറയുന്നു. ഏത് ജൂതന്മാര്? ഇസ്രയേലിന്റെ ജൂതന്മാര് പറയുന്നു, അമേരിക്കക്കാരാകുന്ന ക്രിസ്ത്യാനികൾ ഒരു ചുക്കുമല്ല. വഖാലത്തിൻ നസാറാ ലൈസത്തിൽ യഹൂദു അലാ ശൈ. അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്ത്യാനികൾ പറയുന്നു, ജൂതന്മാരൊരു ചുണ്ണാമ്പുമല്ല. ഇത് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേച്ച് ആദർശത്തിൽ വൈരുദ്ധ്യ സമീപനങ്ങളുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്രയേലും അമേരിക്കയും ഫലസ്തീനിലെ പാവപ്പെട്ട മക്കളെ തകർക്കാനും മുസ്ലിം സമുദായത്തെ കൊന്നെടുക്കാനും ഇവര് മച്ചമ്പിമാരാണ്, ഇവരളിയന്മാരാണ്. അവർ ആദർശപരമായിട്ടുള്ള വൈരുദ്ധ്യവും മാറ്റിവെച്ചിട്ട് അവര് ഒറ്റക്കെട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഞാൻ ഇനി ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ആദർശപരമായി ഒരിക്കലും ഒരുമിച്ച് പോകാത്ത വൈരുദ്ധ്യമായ സമീപനങ്ങളും നിലപാടുകളും ഉള്ളവരായിരിക്കവേ ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഫലസ്തീൻ മക്കൾക്കെതിരെ ശക്തമായി നിലകൊള്ളുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് നമുക്ക് അവരെ ഭീകരന്മാരായി കാണാൻ കഴിയുക?